മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വേറെ, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തി വേറെ. അവർ തമ്മിൽ വേറെ നല്ലൊരു അന്തരമുണ്ട്. അപ്പം മോഹൻലാൽ കരഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ആളുകൾ പറയുന്നതിൻ്റെ വ്യക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ക്ലിപ്പിങ്സ് ആരോ വന്നപ്പോൾ, പരിചയമുള്ള ആരോ വന്നപ്പോൾ അയാൾ ചിരിച്ചു, അപ്പം തിരിച്ച് ഓപ്പോസിറ്റ് മോഹൻലാൽ ചിരിച്ചു. അല്ലാതെ കരഞ്ഞു നിൽക്കാൻ ചിലപ്പോൾ പറ്റാതായിരിക്കും. അപ്പം ശരി അന്ന് ചിരിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ കഴിഞ്ഞ 14 വർഷമായിട്ട് അമ്മ ബെഡ് റെസ്റ്റിലാണ്. അമ്മയ്ക്ക് വയ്യാതെ 14 വർഷമായിട്ട് എൻ്റെ അകത്തായിരുന്നു. പുറത്തു പോലും വരാതെ, സ്വന്തം മകനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റാതെ എൻ്റെ അകത്തായിരുന്നു. കരഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ സ്നേഹം ഉണ്ടാവുന്നില്ലോ. കാരണം അമ്മയ്ക്ക് വയസ്സായി, 90 വയസ്സായി. മല കയറാൻ പോയിട്ട് വന്നേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാൽ സാർ കണ്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇത് കാണുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആളിതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. കാരണം ലാലേട്ടന്റെ അമ്മ മരിക്കുക എന്ന് പറയുമ്പോഴേക്കും എല്ലാ ആൾക്കാരും വരും, ഒരുപാട് ആൾക്കാർ വരും. അപ്പം ഇവരെയൊക്കെ ഒറ്റയടിക്ക് കാണാം എന്നുള്ളൊരു ഇതിലാണ് ആൾക്കാരൊക്കെ വരുന്നത്. വിനീതിന്റെ വൈഫിനെ കാണാനില്ല. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ അമ്മ മരിച്ച സമയത്ത് ലാലേട്ടൻ കരഞ്ഞില്ല. പക്ഷെ അതിന് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുൻപ് ശ്രീനിവാസൻ മരിച്ചപ്പോൾ ധ്യാൻ കരഞ്ഞു. ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ചർച്ച, എന്തുകൊണ്ട് കരഞ്ഞില്ല എന്നുള്ളത്. അനൂപ് അവിടെ പോയിട്ടുള്ള ഒരാളാണ്. അനൂപിന് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു വിഷയം കേട്ടപ്പോഴേക്കും? അല്ല, മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വേറെ, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തി വേറെ. അവർ തമ്മിൽ വേറെ നല്ലൊരു അന്തരമുണ്ട്. അപ്പം മോഹൻലാൽ കരഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ആളുകൾ പറയുന്നതിൻ്റെ വ്യക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ക്ലിപ്പിങ്സ് ആരോ വന്നപ്പോൾ, പരിചയമുള്ള ആരോ വന്നപ്പോൾ അയാൾ ചിരിച്ചു, അപ്പം തിരിച്ച് ഓപ്പോസിറ്റ് മോഹൻലാൽ ചിരിച്ചു. അല്ലാതെ കരഞ്ഞു നിൽക്കാൻ ചിലപ്പോൾ പറ്റാതായിരിക്കും. അപ്പം ആ സന്ദർഭത്തിൽ ചിരിച്ച ഒരു ഫോട്ടോയാണ് ഇപ്പം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ കരഞ്ഞില്ല. അയാളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവില്ല. ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയായിരിക്കും പുള്ളി അവിടെ നിൽക്കുന്നത്. കാരണം ഒരുപാട് പരിചയക്കാർ വരുന്നുണ്ട്. ഫുൾ ടൈമും പുള്ളി അവിടെ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കയറി കണ്ടതാണ്. ഞാൻ കയറി കണ്ടപ്പോൾ പോലും പുള്ളി ഞാൻ കണ്ടപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ടെന്നല്ല നിന്നത്. പുള്ളി വിഷമത്തിൽ ഇങ്ങനെ തലയൊക്കെ താന്ന് ഇങ്ങനെ ഒരാളെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഏതൊരു സന്ദർഭത്തിൽ ആരോ വന്നപ്പോൾ പുള്ളി അവർ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും കൈ കൊടുത്ത് ഞാൻ പോവുകയാണ്, അപ്പം ശരി അന്ന് ചിരിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഭയങ്കര വിഷയമായി വന്നത്. കാരണം സ്വന്തം അമ്മ മരിച്ചിട്ട് മോഹൻലാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്, അതിങ്ങനെ പറയേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനിവാസൻ പറഞ്ഞിട്ട് ധ്യാൻ കേൾക്കാത്തതുകൊണ്ടാണ്, ധ്യാനിന് ആ ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് ധ്യാൻ കരഞ്ഞത് എന്നുള്ളതും, മോഹൻലാലിന്റെ കുറ്റബോധം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇത് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മരണം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അലമുറയിട്ട് കരയാനോ, അങ്ങനെ എല്ലാവരും ഒരേപോലെയാണല്ലോ. എല്ലാവരും പല പല രീതിയിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കാണുന്നത് പോലെ ആയിരിക്കില്ല അനൂപ് കാണുന്നത്. അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇതിനും മാത്രം ഇങ്ങനെ ക്രിറ്റിസിസം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവരെങ്ങനെ ആ ഒരു സിറ്റുവേഷനെ സമീപിക്കുന്നു എന്നുള്ളത് അതിനെ ഇങ്ങനെ ഒന്നുമില്ല രണ്ടും ഇല്ലാത്തൊരു ഭാഷയിൽ എഴുതിയൊക്കെ വെക്കുമ്പോഴേക്കും ഈ പറയുന്ന ആളുകൾ എല്ലാ സമയവും മോഹൻലാലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും അല്ലല്ലോ. ഒരു ഫോട്ടോയുടെ പേരിലല്ലേ ഇപ്പം ഈ നെഗറ്റീവ് വരുന്നത്. കാരണം സ്വന്തം അമ്മ മരിച്ച ആ മകന് ഉള്ളിൽ എന്തുമാത്രം വിഷമം ഉണ്ടാവുന്ന ആ മകന് മാത്രമേ അറിയാവൂ. കാരണം മോഹൻലാലിന്റെ അച്ഛനില്ല. അച്ഛൻ മുമ്പ് മരിച്ചു, ചേട്ടൻ പേരിലാൽ മുമ്പ് മരിച്ചതാണ്. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ നോക്കാനായിട്ട് പുള്ളി ഇവിടെ എളമക്കര വീട്ടിൽ അമ്മ ഉണ്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് അമ്മ ബെഡ് റെസ്റ്റിലാണ്. അമ്മയ്ക്ക് വയ്യാതെ 14 വർഷമായിട്ട് എൻ്റെ അകത്തായിരുന്നു. പുറത്തു പോലും വരാതെ, സ്വന്തം മകനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റാതെ എൻ്റെ അകത്തായിരുന്നു. അപ്പം എന്തുമാത്രം എന്നിട്ടും എവിടെയൊക്കെ എത്ര തിരക്കായാലും മാസത്തിൽ ഒരാഴ്ചയോളം വീട്ടിൽ അമ്മ അടുത്തൊന്ന് നിൽക്കും. എൻ്റെ അമ്മ എവിടെയാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് നിൽക്കും. അപ്പം അദ്ദേഹത്തിന് സ്വന്തം അമ്മയോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. കാരണം അത് പുറത്ത് വേറെ ആരോടും കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കരഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ സ്നേഹം ഉണ്ടാവുന്നില്ലോ. കാരണം അമ്മയ്ക്ക് വയസ്സായി, 90 വയസ്സായി. അപ്പം ആ മകനെ അറിയാം അമ്മ എന്തായാലും വിട പറയേണ്ട സമയമായി. കാരണം ആ മകന് അത് അവർ അക്സെപ്റ്റ് ചെയ്തു. അല്ലാതെ അസുഖമാണ്, അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പം
അത് ഈ പുറത്തുള്ള ആളുകൾ ഇങ്ങനെ ചിരിച്ചു അല്ലെങ്കിൽ മോഹൻലാൽ കരയുന്നില്ല, വിഷമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇതിന്റെ ഇടയിൽ വേറെ കമന്റും വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രണവ് മോഹൻലാൽ വരുന്നൊരു ഇതുണ്ടായിരുന്നു, അവൻ മല കയറാൻ പോയിട്ട് വന്നേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നു ഇവർക്കൊക്കെ എന്തിന്റെ ആവശ്യമുണ്ട് ഇങ്ങനെ പുള്ളി പുറത്ത് എവിടെ ആയിരുന്നായിരിക്കും, കാരണം അപ്പൊ എത്താൻ പറ്റിയില്ല. എന്നിട്ട് പുള്ളി വന്നു. പുള്ളി ട്രിവാൻഡ്രത്തായിരുന്നു ചടങ്ങുകൾ നടക്കുന്ന സമയത്ത്. വീട്ടിൽ വന്നു, അമ്മയെ കണ്ടു. എന്നിട്ടും ആളുകൾക്ക് പറയാൻ എന്തൊക്കെയുണ്ട്, ആളുകൾക്ക് പറയാൻ എന്തെങ്കിലും ഒരു മരണത്തിന്റെ പേരിൽ പോലും ഒരാളെ വെറുതെ ഇട്ട് ക്രൂശിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ കാര്യമാണ്. സ്വന്തം അമ്മ മരിച്ചു കിടക്കുകയാണ്, എന്നിട്ട് ആ മകന് ഇത്രയും ഒരു നെഗറ്റീവ് വരുന്നെന്ന് പറയുമ്പം ഇത് ലാൽ സാർ കണ്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇത് കാണുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആളിതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇഗ്നോർ അല്ല, ഇടയ്ക്ക് തന്മൂർത്തി പറഞ്ഞ പുള്ളി ഇതെല്ലാം ഈ നെഗറ്റീവ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം കണ്ടിട്ട് ഞാൻ ഇവനോട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് തന്മൂർത്തി ഇന്റർവ്യൂ പറഞ്ഞതാണ്. ഞാൻ ഇവനോട് എന്ത് ചെയ്തു, ഞാൻ അവനൊന്നും ചെയ്യുന്നില്ല, പിന്നെ അവൻ എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നു എന്ന് പുള്ളി ഒരു ഇന്റർവ്യൂല് പറഞ്ഞതാണ്. ഇതിപ്പോ അവിടെ നടക്കുന്ന ആ ഒരു സമയത്ത്, ആ ചടങ്ങുകളും അല്ലെങ്കിൽ എന്താ പറയാ അവിടെ നടക്കുന്ന ഒരു സമയത്ത് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ പോകുമല്ലോ, അല്ലെങ്കിൽ ലാൽ സാറിനെ കാണാൻ വേണ്ടി, ലാലേട്ടനെ കാണാൻ വേണ്ടി എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരല്ല, സിനിമാ പ്രേമികളിൽ ലാലേട്ടന്റെ ആരാധകരാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ചില ആൾക്കാര് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളും ഒരുപാട് ആൾക്കാരൊക്കെ വരും. അപ്പൊ കാണാനായിട്ട് ഒരു അവസരമായിട്ടാണ് ഇവര് ഇതിനെയൊക്കെ കണ്ടിരിക്കുന്നത്. കാരണം ലാലേട്ടന്റെ അമ്മ മരിക്കുക എന്ന് പറയുമ്പോഴേക്കും എല്ലാ ആൾക്കാരും വരും, ഒരുപാട് ആൾക്കാർ വരും. അപ്പം ഇവരെയൊക്കെ ഒറ്റയടിക്ക് കാണാമെന്നുള്ളൊരു ഇതിലാണ് ആൾക്കാരൊക്കെ വരുന്നത്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ലാലേട്ടന്റെ അവിടെ പോകുന്നില്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തിനാ എല്ലാരും വരും, ഇവിടെ എല്ലാരെയും കാണാം. അതായത് ആ ഒരു രീതിയിലല്ല, അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിന്റെ പുറത്തോ കാണാൻ പോകുന്നവരല്ല എന്നും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കമന്റ്സും കാര്യങ്ങളും ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരുപാട് ഹെയ്റ്റേഴ്സ് വന്നിട്ട് കമന്റ് ഇടുന്ന ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തുന്നത്. ഇത്ര ഹെയ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഒരു മരണത്തിന് ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഒന്ന് വെറുതെ വിട്ടുവിട്ടെ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് അവരുടേതായ ഇമോഷൻസ് ഉണ്ട്. കാരണം അതെങ്കിലും മനസ്സിലാക്കി ഈ ഒരു സമയത്തെങ്കിലും അവർക്ക് വെറുതെ ഇരുന്നൂടെ. കാരണം പുള്ളി ഇപ്പോഴും ആ വീട്ടിലുണ്ട്, ട്രിവാൻഡ്രം മുഴമുകളിലെ വീട്ടിൽ അമ്മ ഉറങ്ങുന്ന ആ വീട്ടിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഇപ്പോഴും ആളുകൾ വന്ന് പുള്ളിയെ സന്ദർശിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നാട്ടുകാരെല്ലാം അല്ലാതെ നാട്ടുകാരൊക്കെ വരുന്നു. അതേ മോഹൻലാൽ ഇതിനിടയ്ക്ക് ലാസ്റ്റ് ഈ മരണച്ചടങ്ങുകൾ കഴിഞ്ഞ് പുള്ളി അകത്ത് കയറിയപ്പോൾ എല്ലാവരും മോഹൻലാൽ എന്ന് കൈ എടുക്കാനൊക്കെ പോയി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മരണം നടന്ന വീടല്ലേ, എന്നിട്ടും അവര് കാണുന്നത് മോഹൻലാൽ. അപ്പം അല്ലെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല, മോഹൻലാലാണ്. പക്ഷെ ഒരു മര്യാദയൊക്കെ പാലിക്കേണ്ടതുണ്ട്. കാരണം ഒരു നടനാണ് ശരി. കാരണം ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട മര്യാദകൾ എല്ലാവരും കാണിക്കണമെന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില മീഡിയാസ് ഈ മരണ വീട്ടിൽ ചെയ്യാം, അവരുടെ ജോലിയാണ്. അതെല്ലാം ഒരു മര്യാദ വെച്ച് ചെയ്യാം. നമ്മളും ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യാത്തൊന്നുമല്ല, നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു മര്യാദ വെച്ച് ചെയ്യാം. കാരണം ഈ ഇടിച്ചു കയറി മറ്റേ മമ്മൂട്ടി വന്നിരുന്നു അവിടെ വീട്ടിൽ. അപ്പം മമ്മൂട്ടിയൊക്കെ ഇടിച്ചു കയറി മറ്റേ ഫ്രണ്ടിൽ കൊണ്ട് ക്യാമറ ഇങ്ങനെ അകത്ത് കൊണ്ട് വെച്ച് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പ്രൈവസി വേണ്ടേ. സുഹൃത്തിന്റെ അമ്മ മരിച്ചു കാണാൻ വരുന്നു. അപ്പം അദ്ദേഹം ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, എല്ലാവരും. കാരണം ഈ നടന്നു വരുന്ന ആളുടെ മുമ്പിൽ കൊണ്ട് ക്യാമറ വെച്ചാണ് ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നത്. അപ്പം അതൊക്കെ ഒരു മാന്യത കാണിക്കാം. കാരണം ഒരു കല്യാണമൊക്കെ ആണെങ്കിൽ ശരി, ഒരു മരണവീടാകുമ്പം അതിൻ്റെതായ ഒരു മാന്യത എല്ലാവരും കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ മാത്രമല്ല, മോഹൻലാലിന്റെ അമ്മ മരിച്ചത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും. കാരണം അവർക്ക് തന്നെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ മുഖം കണ്ടാൽ മനസ്സിലാവും. കാരണം ഇവരെന്തായി കാണിക്കുന്നത്, അവർ മരണ വീടല്ലേ. പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് മീഡിയാസ് ആണ്, അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് എനിക്ക് ഇതിന്റെ ആ ഒരു ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടായിരുന്നു. കാരണം ശ്രീനിവാസൻ സാർ മരിച്ച ആ സമയത്ത് അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യ ഉണ്ട്, ധ്യാനിവിടെ ഇരിക്കുന്നുണ്ട്. ഈ ക്യാമറ ഫുൾ ഇവരെ ഇങ്ങനെ ഫോക്കസ്ഡ് ആണ്. അപ്പോ നമ്മളെന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് സമാധാനത്തിൽ ഇരിക്കാനും പോലും പറ്റില്ല. ഇപ്പൊ അനൂപ് കണ്ടിട്ടില്ലേ, നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ, കല്യാണത്തിനാണെങ്കിലും ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ക്യാമറ വന്ന് നമ്മള് മര്യാദക്ക് നമ്മൾ ആ സമാധാനത്തോടു കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ വന്ന് ക്യാമറ
കാണിക്കുന്നതിനെക്കാട്ടിലും ഭീകരമാണ് ഭീകരതയാണ്. ഈ ഒരു മരണ സിറ്റുവേഷനിൽ, ആ മരണം വന്നിട്ടുള്ള ആ ഒരു സമയത്ത് ഇങ്ങനെ ക്യാമറ കൊണ്ടുവന്ന് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അവരുടെ കരച്ചിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ അതിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് അറിയാൻ പറ്റും ഇതിന് അവിടെ എന്താ നടക്കണേ. ഏറ്റവും കൂടുതൽ അവർക്ക് അവരുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അവര് നോക്കുമ്പോൾ നൂറുകണക്കിന് ക്യാമറകൾ അവരുടെ ഫ്രണ്ട് നിൽക്കുക. അപ്പൊ അവരെങ്ങനെ അവരുടെ ഫീലിങ്സ്, സ്വന്തം അച്ഛൻ മരിച്ചു കിടന്നാലും അമ്മ മരിച്ചു കിടന്നാലും അവരവരുടെ ഫീലിങ്സ് അതിന്റെ പുറത്ത് കാണിക്കും. അവര് നോക്കുമ്പോൾ ക്യാമറ ഉണ്ട്, അപ്പൊ അവർക്ക് ചിലപ്പം കരയാൻ മടിയായിരിക്കും. എന്തായാലും ആർട്ടിസ്റ്റ് ധ്യാനം നല്ല പൊട്ടി കരഞ്ഞാലാണ്. കാരണം ധ്യാൻ ഒരുപാട് കുറ്റബോധം ഉണ്ട്. കാരണം അച്ഛനും മോഹനായിട്ടൊക്കെ ഭയങ്കര വഴക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഏറ്റവും ധ്യാനായിട്ടുണ്ട് എപ്പോഴും വഴക്കൊക്കെ ആയിരുന്നു. എന്നിട്ടും ധ്യാന് അച്ഛൻ മരിച്ചപ്പോ ആ മകന്റെ ഉള്ളിലെ സ്നേഹം ധ്യാന അപ്പോഴാണ് ധ്യാനിനെ അത് മനസ്സിലായി. പെട്ടെന്ന് ആരും മനസ്സിലാക്കിയില്ല പെട്ടെന്ന് ശ്രീനിവാസൻ ഇവിടെ പറയുമെന്ന്. അതും പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു നമുക്ക്. ഇത് തന്നെയാണ് അവരുടെ കേസിലും ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും അങ്ങ് ഏശയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ധ്യാൻ പൊട്ടിക്കരയുന്നുണ്ട്, വിനീത് കരയുന്നില്ല. മാത്രല്ല ഇതിനകത്ത് ഏറ്റവും ഇത് അവര് ഭയങ്കര കീനായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വിനീതിന്റെ വൈഫിനെ കാണാനില്ല എന്നുള്ളതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരാത്തത്, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഇഷ്യൂസും കൊണ്ടായിരിക്കോ വരാത്തത്, അങ്ങനെയൊക്കെ വന്ന് കമന്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്കിത് കാണുമ്പോഴേക്കും ഇവർക്കൊക്കെ എന്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ ഇവർക്ക് ഇങ്ങനെ കമന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. അങ്ങനത്തെ പറയുന്നത് ഇവർക്ക് ഇത് അവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു, അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഇല്ല, ഇതൊക്കെയാണ് ബാക്കിയുള്ളവർക്കുള്ള ആശങ്ക. അവർ സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും അത് നോക്കാതെ ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കും താഴെ ഒന്നൊരു കമന്റ് ഇടുക, ഇതൊക്കെയാണ് ഇവരുടെ ഹാപ്പിനെസ്. അതൊന്നും അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം അതൊക്കെ മോശ പ്രവൃത്തിയാണ്. കാരണം ഒരു മരണ വീടാകുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ച് എല്ലാവരും നിൽക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. അതെ അതെ അതെ.